മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ശക്തമായ നിലപാടും നടപടിയും സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കേരളവും തമിഴ്നാടുമായുള്ള പ്രശ്നങ്ങൾ ഇരു മുഖ്യമന്ത്രിമാരുടെയും ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുമെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതനെല്ലൂർ നമ്പ്യാകുളം സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോൻസ് ജോസഫ്. എങ്കിലും തമിഴ്നാട് ഗവൺമെന്റ് സമീപ സമയത്ത് അവരുടെ പ്രഖ്യാപനം വന്നു, മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കാൻ അനുവദിക്കുക. ഡാം ഉണ്ടാക്കുക എന്ന നമ്മുടെ ആവശ്യമാണ്. അത് കേരളത്തിന്റെ ഗവൺമെന്റിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പറയുക എന്നതും അതിന്റെ ചുമതലയാണ്. കൃത്യസമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ ആവശ്യം കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാവുക എന്നത് തന്നെയാണ്. തമിഴ്നാട് വെള്ളം കൊടുക്കാൻ റെഡിയാണ്, അതിന് കുഴപ്പമില്ല. അത് ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ്. ജോസഫ് സാർ ഈ വകുപ്പിന്റെ മന്ത്രിയാണ്. അപ്പോൾ ഗവൺമെന്റ് എടുത്ത ആ ഒരു നിലപാട് ഇപ്പോൾ നമ്മൾ എല്ലാ ഗവൺമെന്റുകളുടെ സമയത്ത് നമ്മൾ തുടരുകയാണ്. അത് വീണ്ടും ഇന്ന് പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ഗവൺമെന്റിലും ആ നിലപാട് കേരളത്തിന്റെ ഉറച്ച നിലപാടാണ്. പക്ഷെ നമ്മൾ സംഘർഷത്തിന് തയ്യാറാവുന്നില്ല. നമ്മളെ അഭിപ്രായം അതിൽ പ്രസക്തിയില്ല. ഇനി ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം അഭിപ്രായ സമന്വയത്തിലൂടെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമം നടത്തുക. നമുക്ക് ഉറപ്പില്ല അവരെങ്ങനെ എടുക്കുന്ന നിലപാട്. വ്യത്യസ്തമായ നിലപാടായിരിക്കും അവർ എടുക്കുന്നത്. എങ്കിലും കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിൽ 2 ജലവിഭവ വകുപ്പ് മന്ത്രിമാർ സഹകരിച്ചുകൊണ്ട് 2 മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് കർണാടകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയുമായി അന്തർ സംസ്ഥാന നദീജല കരാറുകളും നമ്മുടെ ഡാമുകളും ജലവിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അഭിപ്രായ സമന്വയത്തോടെ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രായോഗികമായി നമുക്ക് ചെയ്യാവുന്നത്. യോഗത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോൺ മത്തായി അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ മേച്ചേരി, MU അഗസ്റ്റ്, കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കടിഞ്ഞാരി, സംഘടനാ നേതാക്കളായ PG തോമസ്, ടോം ജോസഫ്, ഫിലോമിന ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു.